ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്ന ഡൽഹിയിലെ ചില സ്ഥലങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലെ കർത്തവ്യ മാർഗിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു യുദ്ധസ്മാരകമാണ്. മുമ്പ് കിങ്സ് വേ എന്നറിയപ്പെട്ടിരുന്ന രാജ്പഥ് ഇപ്പോൾ ഔദ്യോഗികമായി കർത്തവ്യപാത എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിജയ് ചൌക്ക്, ഇന്ത്യ ഗേറ്റ്, നാഷണൽ വാർ മെമ്മോറിയൽ എന്നിവയിലൂടെ കടന്നുപോകുന്ന ഈ ബോളിവാർഡിലാണ് രാജ്യത്തിന്റെ ആചാരപരമായ ചടങ്ങുകൾ നടക്കുന്നത്. 1914 1921 ഇടയിൽ ഒന്നാം ലോകമഹായുദ്ധത്തിലും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈന്യത്തിലെ 74,187 സൈനികരുടെ സ്മാരകമായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിലകൊള്ളുന്നത്. 13,311 സൈനികരുടെ പേരുകൾ ഈ ഗേറ്റിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. സർ എഡ്വിൻ ലുട്ടിയൻസ് രൂപകൽപ്പന ചെയ്ത ഈ കവാടം പുരാതന റോമൻ കമാനങ്ങളുടെ വാസ്തുവിദ്യാശൈലി വിളിച്ചോതുന്നു. പാരീസിലെ ആർക് ഡി ട്രയംഫായും മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുമായും ഇതിനെ താരതമ്യപ്പെടുത്താറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നായി ഇന്ത്യ ഗേറ്റ് കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ പരേഡ് ആരംഭിക്കുന്നത് ഇവിടെയുള്ള അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമാണ്. വിനോദസഞ്ചാരികൾക്കിടയിൽ ജനപ്രിയമായ ഈ സ്ഥലം പലപ്പോഴും സിവിൽ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യ ഗേറ്റിന് കിഴക്ക് 150 മീറ്റർ അകലെ മഹാബലിപുരത്തു നിന്നുള്ള 6-ാം നൂറ്റാണ്ടിലെ പവിലിയനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 73 അടി ഉയരമുള്ള ഒരു കാനോപ്പി നിലകൊള്ളുന്നു. 1968 നീക്കം ചെയ്യുന്നതുവരെ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ 50 അടി ഉയരമുള്ള ഒരു മാർബിൾ പ്രതിമ ഇതിൽ സൂക്ഷിച്ചിരുന്നു. 2022 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഗ്രാനൈറ്റ് പ്രതിമ അതേ ഗ്രാൻഡ് മേലാപ്പിന് കീഴിൽ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഈ ഐതിഹാസിക സ്വാതന്ത്ര്യ സമര സേനാനിയോട് രാജ്യത്തിന്റെ കടപ്പാട് രേഖപ്പെടുത്തി. 28 അടി ഉയരമുള്ള ഈ പ്രതിമയ്ക്ക് 65,000 കിലോഗ്രാം ഭാരമുണ്ട്. 1972 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ തുടർന്ന് അമർ ജവാൻ ജ്യോതി എന്ന് വിളിക്കപ്പെടുന്ന 4 നിത്യജാലകളാൽ ചുറ്റപ്പെട്ട ഒരു കറുത്ത മാർബിൾ കമാനത്തിന് താഴെയായി തലകീഴായി കുത്തിവെച്ച ഒരു റൈഫിളും അതിന്റെ മുകളിൽ ഒരു യുദ്ധ ഹെൽമറ്റും ഒരു അജ്ഞാത സൈനികന്റെ ശവകുടീരത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ അത് നാഷണൽ വാർ മെമ്മോറിയലിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ സായുധ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ സായുധ സേനയിലെ സൈനികരെ ആദരിക്കാനും സ്മരിക്കാനും വേണ്ടി നിർമ്മിച്ച ഒരു യുദ്ധസ്മാരകമാണ് നാഷണൽ വാർ മെമ്മോറിയൽ. പാകിസ്ഥാൻ, ചൈന എന്നിവയുമായുള്ള സായുധ പോരാട്ടങ്ങളിലും 1961 ഗോവ യുദ്ധത്തിലും മറ്റു ഓപ്പറേഷനുകളിലും കൊല്ലപ്പെട്ട സായുധ സേനാംഗങ്ങളുടെ പേരുകൾ സ്മാരകത്തിന്റെ ചുവരുകളിൽ സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 40 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ സ്മാരകം ഇന്ത്യ ഗേറ്റിന് സമീപമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ഫെബ്രുവരി 25 ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇത് അനാച്ഛാദനം ചെയ്തത്. ആ ചടങ്ങിൽ ഇന്ത്യൻ സായുധ സേനയുടെ 3 ചീഫ് ഓഫ് സ്റ്റാഫ് സ്മാരകത്തിന്റെ പ്രധാന സ്തൂപത്തിന് താഴെയുള്ള അമർ ചക്രയിൽ അമർ ജവാൻ ജ്യോതിയുടെ നിത്യജാല ജ്വലിപ്പിച്ചു. ഇന്ത്യ ഗേറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന മുമ്പ് ദേശീയ യുദ്ധസ്മാരകമായി പ്രവർത്തിച്ചിരുന്ന പഴയ അമർ ജവാൻ ജ്യോതി ഇപ്പോൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്നുള്ള പ്രിൻസസ് പാർക്ക് പ്രദേശത്ത് ഒരു ദേശീയ യുദ്ധ മ്യൂസിയം നിർമ്മാണത്തിലാണ്. പൂർത്തിയാകുമ്പോൾ അതൊരു ഭൂഗർഭ തുരങ്കത്തിലൂടെ ഈ സ്മാരകവുമായി ബന്ധിപ്പിക്കും. 2-ാം ലോകമഹായുദ്ധ സമയത്ത് നിർമ്മിച്ച ബാരക്ക് പോലെയുള്ള താമസ സ്ഥലമാണ് പ്രിൻസസ് പാർക്ക്. ആയിരത്തി 1972 മുതൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി, വ്യോമസേനാ മേധാവി, നാവികസേനാ മേധാവി, കരസേനാ മേധാവി, വിശിഷ്ട വ്യക്തികൾ എന്നിവർ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നത് പതിവാണ്. ചെന്നൈ ആസ്ഥാനമായി വർത്തിക്കുന്ന VB ഡിസൈൻ ലാബിന്റെ ആർക്കിടെക്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആർക്കിടെക്റ്റായ യോഗേഷ് ചന്ദ്രഹാസനാണ് ഒരു ആഗോള ഡിസൈൻ മത്സരത്തിലൂടെ ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെയും ഏക വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഒരു മ്യൂസിയമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ദിര കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വച്ചാണ് 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം നടന്നത്. വലിയ ഒരു സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ചെടികളും മരങ്ങളും കുറ്റിക്കാടുകളും പുൽത്തകിടിയും ഉൾപ്പെടുന്ന ഒരു വെള്ള ബംഗ്ലാവാണ് സ്മാരകം.
ഇന്ദിരാഗാന്ധിയുടെയും മകൻ രാജീവ് ഗാന്ധിയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രസകരമായ സ്മരണികകളുടെയും പുരാവസ്തുക്കളുടെയും ഒരു നിര തന്നെ ഇവിടെയുണ്ട്. പ്രദർശനത്തിലുള്ള ശേഖരങ്ങളിൽ കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന സാരിയും ഇന്ദിരയുടെ ബാല്യകാലവും ജീവിതവും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വ്യക്തിപരവും അപൂർവമായ ഫോട്ടോഗ്രാഫുകളും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ ഇന്ദിരാഗാന്ധിക്ക് നിരവധി ആളുകളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളും പ്രദർശനത്തിലുണ്ട്. ഡൽഹിയിലെ ഈ മ്യൂസിയം ഇന്ദിരാഗാന്ധിയുടെ ലളിതമായ ജീവിതശൈലി പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നു. രാജീവ് ഗാന്ധിയുടെ പുരസ്കാരങ്ങൾ, ശവസംസ്കാര ചടങ്ങുകളുടെ പത്രക്കട്ടിങ്ങുകൾ, പേനകൾ, ബാഗുകൾ, പുസ്തകശേഖരം, വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വ്യക്തിഗത വസ്തുക്കളും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നും രാവിലെ നടക്കാൻ പോകാറുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയെ സ്വന്തം സുരക്ഷാ സേനയിലെ തന്നെ ഭടന്മാർ ഇവിടെ വച്ചാണ് വെടിവെച്ചു കൊന്നത്. ഗ്ലാസ് ഷീറ്റുകളാൽ മൂടിയിരിക്കുന്ന ഭാഗത്താണ് ഇന്ദിര മരിച്ചു വീണത്. നെഹ്റു കുടുംബത്തിന്റെ എല്ലാ ആരാധകർക്കും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുടെയും ഉരുക്കു വനിതയായിരുന്ന മകൾ ഇന്ദിരാഗാന്ധിയുടെയും ജീവിതത്തെക്കുറിച്ച് ഹ്രസ്വമായ ഉൾക്കാഴ്ച ലഭിക്കുന്നതിനുള്ള മികച്ച വിജ്ഞാന കേന്ദ്രമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ആധുനിക നഗരമായ ന്യൂഡൽഹിയിലാണ് ജന്തർ മന്ദർ സ്ഥിതി ചെയ്യുന്നത്. ജന്തർ മന്ദർ എന്നാൽ ആകാശത്തിന്റെ ഐക്യം അളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. 1723 മുതൽ ജയ്പൂരിലെ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ കലണ്ടറും ജ്യോതിശാസ്ത്ര പട്ടികകളും പരിഷ്കരിച്ചാണ് ഈ സ്ഥലം നിർമ്മിച്ചത്. ജ്യോതിശാസ്ത്രത്തിൽ അതീവ താല്പര്യം പുലർത്തിയിരുന്ന പ്രാദേശിക രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജകുടുംബത്തിലാണ് ജയ്സിംഗ് ജനിച്ചത്. 1724 നിർമ്മാണത്തിന്റെ യഥാർത്ഥ വർഷമായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 13 വാസ്തുവിദ്യാ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ജ്യോതിശാസ്ത്ര പട്ടികകൾ സമാഹരിക്കുക, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ എന്നിവയുടെ സമയങ്ങളും ചലനങ്ങളും പ്രവചിക്കുക എന്നതായിരുന്നു നിരീക്ഷണാലയത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. രാമയന്ത്രം, സാമ്രാട്ട് യന്ത്രം, ജയ്പ്രകാശ് യന്ത്രം, മിശ്ര യന്ത്രം എന്നിവ ജന്തർമന്ദറിലെ വ്യത്യസ്തമായ ഉപകരണങ്ങളാണ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്റെ ഭരണകാലത്ത് മഹാരാജാവ് 5 നിരീക്ഷണാലയങ്ങൾ നിർമ്മിച്ചിരുന്നു. മറ്റ് 4 നിരീക്ഷണാലയങ്ങൾ ഉജ്ജയിൻ, മധുര, വാരണാസി, ജയ്പൂർ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1867 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായപ്പോൾ നിരീക്ഷണാലയം ഗണ്യമായ ശോഷണത്തിന് വിധേയമായി. ഇന്ന് ജന്തർ മന്ദർ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധക്കാരുടെയും സമ്മേളനങ്ങൾ നടത്താനുള്ള ഒരു പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച ജന്തർ മന്ദറിന് സമീപം സ്ഥിതി ചെയ്യുന്ന 60 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള ചരിത്ര പ്രാധാന്യമുള്ള പടിക്കിണറാണ് അഗ്രസൻ കി ബാവോലി. ബാവോലി എന്നാൽ പടിക്കിണർ എന്നാണ് അർത്ഥം. 108 പടികളുള്ള ഈ പടിക്കിണറിന്റെ 3 നിലകൾ ദൃശ്യമാണ്. ഓരോ ലെവലും ഇരുവശത്തും കമാനങ്ങൾ കൊണ്ട് നിരത്തിയിരിക്കുന്നു. പടിക്കിണർ നിർമ്മിച്ചത് ആരാണെന്ന് തെളിയിക്കാൻ ചരിത്രപരമായ രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും ഐതിഹാസിക രാജാവായ അഗ്രസൻ ആണ് ഇത് ആദ്യം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ തുഗ്ലക് അല്ലെങ്കിൽ ലോധി കാലഘട്ടത്തിൽ ഇത് പുനർനിർമ്മിച്ചതായി ഇന്നത്തെ വാസ്തുവിദ്യ സൂചന നൽകുന്നു. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 3 വശങ്ങളുള്ള ഒരു ചെറിയ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. അമീർ ഖാൻ നായകനായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം PK, സൽമാൻ ഖാൻ നായകനായ സുൽത്താൻ, ശ്രീദേവി നായികയായ മോം തുടങ്ങി വിവിധ ബോളിവുഡ് ചിത്രങ്ങളിലെ രംഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ധാരാളം പ്രാദേശിക നാടോടി കഥകൾ ഈ കിണറിനെ ചുറ്റിപ്പറ്റിയുണ്ട്. മരിച്ചവരുടെ ആത്മാക്കൾ ഇതിന്റെ ആഴത്തിൽ വേട്ടയാടുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഒരിക്കൽ കറുത്ത നിറമുള്ള വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്ന ബാവോലിയിൽ പ്രവേശിക്കുന്നവർ കാണാതാവുമായിരുന്നത്രേ. രാത്രിയിൽ വിചിത്രമായ ശബ്ദങ്ങളും പ്രേതഭാവങ്ങളുമായി ബാവോലി സജീവമാവുമെന്നും കഥകളുണ്ട്. ദിവസത്തെ അവസാന സന്ദർശനം റെഡ് ഫോർട്ട് ആക്കുന്നതാണ് നല്ലത്. ചരിത്രപരമായി മുഗൾ ചക്രവർത്തിമാരുടെ പ്രധാന വസതിയായിരുന്ന പഴയ ഡൽഹിയിലെ ചരിത്രപ്രധാനമായ ഒരു കോട്ടയാണ് ചെങ്കോട്ട അഥവാ ലാൽ കില. ചെങ്കോട്ടയിലേക്കുള്ള പ്രധാന കവാടമാണ് ലാഹോറി ഗേറ്റ്. ഛത്ത ചൌക്ക് എന്നറിയപ്പെടുന്ന ആഭരണ കടകളും ക്രാഫ്റ്റ് സ്റ്റോറുകളുമുള്ള ഒരു മൂടിയ തെരുവിലൂടെയാണ് കോട്ടയെ സമീപിക്കുന്നത്. കോട്ടയുടെ പടിഞ്ഞാറൻ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റിന് ആ പേര് ലഭിച്ചത് അതിന്റെ ദിശ പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിലേക്ക് ആയതിനാലാണ്. മറ്റൊരു പ്രവേശന കവാടം ഡൽഹി ഗേറ്റ് ആണ്. ലാഹോറി, ഡൽഹി ഗേറ്റുകൾ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഖിസ്രാബാദ് ഗേറ്റ് ചക്രവർത്തിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു.
ഷാജഹാൻ ചക്രവർത്തി 1638 ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ചെങ്കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. ഷാജഹാന്റെ പ്രിയപ്പെട്ട നിറങ്ങളായ ചുവപ്പും വെളുപ്പും നിറങ്ങളോട് കൂടിയുള്ള ഇതിന്റെ രൂപകൽപ്പന താജ്മഹൽ നിർമ്മിച്ച ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലാഹോറിക്ക് അവകാശപ്പെട്ടതാണ്. മുഗൾ വാസ്തുവിദ്യയുടെ പാരമ്യത്തെ പ്രതിനിധീകരിക്കുന്ന കോട്ട പേർഷ്യൻ കൊട്ടാര വാസ്തുവിദ്യയെ ഇന്ത്യൻ പാരമ്പര്യങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. യമുന നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1638 മുഹറം മാസത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത്. ഷാജഹാന്റെ മേൽനോട്ടത്തിൽ ഇത് 1648 പൂർത്തിയായി. ഇന്നത്തെ പഴയ ഡൽഹിയായ ഷാജഹാനാബാദ് നഗരത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു കൊട്ടാരം. ഷാജഹാന്റെ പിൻഗാമികളും ഇതിനുള്ളിൽ പിന്നീട് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. മാർബിൾ, പുഷ്പ അലങ്കാരങ്ങൾ, കോട്ടയുടെ ഇരട്ട താഴികക്കുടങ്ങൾ എന്നിവ മുഗൾ വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങളാണ്. പ്രശസ്തമായ കോഹിന്നൂർ വജ്രം ഇവിടുത്തെ ഫർണിച്ചറുകളുടെ ഭാഗമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ രാജാവിന്റെ പ്രൈവറ്റ് റൂം, രാജ്ഞിമാരുടെ വസതികൾ, വിശേഷ അതിഥികളുടെ സ്വീകരണ മുറികൾ, മൃഗങ്ങളുമായുള്ള മത്സരങ്ങൾ നടത്തിയിരുന്ന സ്ഥലങ്ങൾ എന്നിവയൊക്കെയാണ്. ആയിരത്തി 1739 മുഗൾ സാമ്രാജ്യത്തിനെതിരായ നാദിർഷായുടെ ആക്രമണ സമയത്ത് കോട്ടയുടെ കലാസൃഷ്ടികളും ആഭരണങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. 1857 ഇന്ത്യൻ കലാപത്തെ തുടർന്ന് കോട്ടയുടെ മിക്ക മാർബിൾ ഘടനകളും പിന്നീട് ബ്രിട്ടീഷുകാർ തകർത്തു. കോട്ടയുടെ പ്രതിരോധ ഭിത്തികൾ ഏറെക്കുറെ കേടുപാടുകൾ കൂടാതെ നിലനിന്നെങ്കിലും പിന്നീട് അതൊരു പട്ടാള ഗാരിസനായി ഉപയോഗിച്ചു. ഏക്കർ വിസ്തീർണമുള്ള ചെങ്കോട്ട 2.5 കിലോമീറ്റർ പ്രതിരോധ മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നദീതീരത്ത് നിന്നും 18 മീറ്റർ മുതൽ 33 മീറ്റർ വരെ ഉയരത്തിലാണ് കോട്ടയിലെ ഗോപുരങ്ങളും കൊത്തളങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. അഷ്ടഭുജാകൃതിയിലുള്ള കോട്ട വടക്ക് മുതൽ തെക്ക് വരെ നീളം കൂടിയതാണ്. പ്രധാന വാസ്തുവിദ്യാ സവിശേഷതകൾ നാശത്തിന്റെ അവസ്ഥയിലാണ്. വിശാലമായ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു. ചില കെട്ടിടങ്ങൾ അലങ്കാര ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നല്ല നിലയിലാണ്. ചിലതിൽ മാർബിളിൽ പതിപ്പിച്ച പൂക്കൾ കൊള്ളക്കാർ നീക്കം ചെയ്തു. സന്ദർശകർക്ക് ഗ്യാസ് ജാലകങ്ങളിലൂടെയോ മാർബിൾ ലാറ്റിസ് വർക്കിലൂടെയോ നോക്കാൻ കഴിയുമെങ്കിലും മിക്ക സ്ഥലങ്ങളും പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ യുവ ഇന്ത്യൻ രക്തസാക്ഷികളെയും അവരുടെ കഥകളെയും ചിത്രീകരിക്കുന്ന മ്യൂസിയങ്ങൾ, ഒരു പുരാവസ്തു മ്യൂസിയം, ഒരു ഇന്ത്യൻ യുദ്ധസ്മാരക മ്യൂസിയം എന്നിവയും ഇതിനകത്തുണ്ട്. എല്ലാ വർഷവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി കോട്ടയുടെ പ്രധാന കവാടത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തുകയും അതിന്റെ കൊത്തളത്തിൽ നിന്ന് പ്രസംഗം നടത്തുകയും ചെയ്യുന്നു. ഇന്ത്യൻ രൂപയുടെ പുതിയ സീരീസിന്റെ 500 രൂപ നോട്ടിന്റെ പിൻഭാഗത്ത് ഈ കോട്ടയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 2007 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി ചെങ്കോട്ടയെ തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും വാസ്തുവിദ്യാ മഹത്വത്തിന്റെയും പ്രതീകമാണ് ചെങ്കോട്ട. കോട്ടയ്ക്കുള്ളിലെ മുഗൾ കാലഘട്ടത്തിലൂടെയുള്ള യാത്ര നിങ്ങളെ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കും സാംസ്കാരിക പൈതൃകത്തിലേക്കും കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല.